ചോറ്റാനിക്കര മകമാണ്. ചോറ്റാനിക്കര മകമാണെന്ന് മാത്രമല്ല, നാളെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളുമുണ്ട്. എന്ത് പൊങ്കാലയല്ലേ! പശ്ചിമേഷ്യയിലും മിഡിൽ ഈസ്റ്റിലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൊങ്കാല നടക്കുമ്പോൾ നമ്മൾ ഈ പൊങ്കാലയുടെ വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. ചോറ്റാനിക്കര മകം വളരെ പ്രധാനപ്പെട്ടതാണ്. വാർ അപ്ഡേറ്റുകൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് നൽകാം. അതിനു മുൻപ് ചോറ്റാനിക്കര മകത്തിൻ്റെ കുറച്ച് മനം കുളിർപ്പിക്കുന്ന ഒരു വാർത്ത കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുങ്ങുകയാണ് അനന്തപുരി. നാളെയാണ് ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന പൊങ്കാല മഹോത്സവം. നാളെ രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. തലസ്ഥാന നഗരിയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് മകം തൊഴലിനായി നട തുറക്കും. രാത്രി 9:30 വരെ മകം ദർശനത്തിന് സൗകര്യമുണ്ടാകും. തിരക്ക് നിയന്ത്രിക്കാൻ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 650ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. 70ഓളം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ അശ്വതി എസ് പൊങ്കാല നടക്കുന്ന തലസ്ഥാന നഗരിയിൽ നിന്ന് ചേരും. കീർത്തന കേശവൻ മകം തൊഴാൻ വേണ്ടിയിട്ട് ചോറ്റാനിക്കര പോയിട്ടുണ്ട്. ലേബി മകം തൊഴുത് കഴിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമേ മകം തൊഴാൻ പറ്റത്തുള്ളൂ. നമുക്കതുകൊണ്ട് കുറച്ച് നേരത്തെ മകം തൊഴാൻ പറ്റാൻ പറ്റത്തില്ല. പശ്ചിമേഷ്യ യുദ്ധം നടക്കുന്നുണ്ട്. മകം തൊഴൽ നേരത്തെ ആക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്കൊപ്പം ലേബി സജീന്ദ്രനുണ്ട്. ഗുഡ് മോർണിംഗ് ലേബി. ഗുഡ് മോർണിംഗ് അശ്വതി. ഗുഡ് മോർണിംഗ് കീർത്തന. ഈ ഫ്രെയിം കാണുമ്പോൾ വളരെ അല്പം ആശ്വാസം തരുന്നൊരു ഫ്രെയിമാണ്. കാരണം നമ്മളിതുവരെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെ വാർത്തകളാണ്. ബോംബ് വന്ന് വീഴുന്നതും അയത്തുള്ള അലി ഖമേനിക്ക് ശേഷം ഇറാനിൽ എന്ത് സംഭവിക്കുന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ മകം തൊഴാൻ പോകുന്ന കാഴ്ച അല്പം ഭംഗിയുള്ള കാഴ്ചയാണ്. അല്പം പ്രേക്ഷകരെ സംബന്ധിച്ച് ആശ്വാസമുള്ള ഫ്രെയിം കൂടിയാണിത്. 3 പേരും നിൽക്കുന്ന ഈ കാഴ്ച. അപ്പോൾ ലേബി, നമുക്ക് ആദ്യം മകം തൊഴലിലെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനുശേഷം ഞാൻ അശ്വതിയിലേക്കും കീർത്തനയിലേക്കും വരാം. ലേബിയാണ് ചോറ്റാനിക്കരയിലെ മകം തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ട്. അതിൻ്റെ ചരിത്രവും കഥയും ഒക്കെ ലേബിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലേബി ഈ തിരക്കിനിടയിലും ചോറ്റാനിക്കരയിലേക്കൊന്ന് പോയിരിക്കുന്നത്. അപ്പോൾ മകം തൊഴാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ ലേബി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ചോറ്റാനിക്കര മകം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എത്രയോ കാലങ്ങളായി ഞാനിത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാരണങ്ങൾ കൊണ്ടായാലും ഇന്നീ ദിവസം അമ്മയുടെ മണ്ണിലേക്ക് വരിക എന്നതാണ് പ്രധാനം. ഞാനൊരു തികഞ്ഞ ഭക്തയായതുകൊണ്ട് തന്നെ ആത്മനിർവൃതിയോടുകൂടി തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ചോറ്റാനിക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ചോറ്റാനിക്കര മകം. ചോറ്റാനിക്കര അമ്മ അഭയ വരദ മുദ്രയോടുകൂടി വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം നൽകിയെന്നാണ് ഐതിഹ്യം. ആ ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ചോറ്റാനിക്കര മകം ആഘോഷിക്കുന്നത്. ഓരോ വർഷവും അതിന്റെ തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്ന കാഴ്ചയാണ്. കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രം. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനും അംഗങ്ങളും ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം നമുക്കൊപ്പമുണ്ട്. ഇന്ന് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായല്ലോ അല്ലേ? 2 മണിക്ക് ചടങ്ങ് തുടങ്ങി. 2 മണിക്ക് ദേവീ ദർശനം ആരംഭിക്കുന്നതോടുകൂടി 2026 മകം തൊഴൽ ആരംഭിക്കുകയാണ്. അതിനുള്ള ഭക്തജനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഇവിടെ വന്ന് കാത്ത് ക്യൂ നിൽക്കുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 9:30 വരെയാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്ന ഭക്തർക്കും ഇതിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരിക്കും. വരുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ ദർശനം നൽകിയിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഇന്നത്തെ മകം തൊഴിൽ അവസാനിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഡോക്ടറും പ്രധാനപ്പെട്ടവരെല്ലാവരും ഉണ്ട്. പ്രതികരണം സമയക്കുറവ് മൂലം എടുക്കുന്നില്ല. അംഗങ്ങളുണ്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ചോറ്റാനിക്കര മകത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ചോറ്റാനിക്കര മകവും മകം നക്ഷത്രവും ചോറ്റാനിക്കര മകവും എല്ലാം മങ്കമാർക്ക് മകം പിറന്ന മങ്ക എന്നാണല്ലോ. സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ് ഇത്. ചോറ്റാനിക്കര മകം തൊഴുന്നതിനായി നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് തലേ ദിവസം തന്നെ വ്രതം നോറ്റ് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പുലർത്തിക്കൊണ്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഇന്ന് ഈ ദർശനത്തിന് മകം തൊഴലിനായി 2 മണിക്ക് നട തുറക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 5:30 ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ട് വളരെ വിശേഷപ്പെട്ട ചടങ്ങാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. അതിനുശേഷം എഴുന്നള്ളിപ്പ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ മകം തൊഴിൽ ചടങ്ങിന് മുന്നോടിയായി അമ്മയെ ദർശിക്കുന്നതിനുള്ള ആളുകളുടെ ക്യൂ ആണ്. അമ്മയെ ഇന്നത്തെ ദിവസം ദർശിക്കുക എന്നത് വളരെ പുണ്യമെന്നാണ് വിശ്വാസം. കാരണം എല്ലാ പാപങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നു. അത് മാത്രമല്ല, ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഡോക്ടർ അരുൺ. 2 മണിക്ക് നട തുറക്കുമ്പോൾ സാധാരണ ദേവി ദർശനം തരുന്നമട്ടല്ല, എല്ലാവിധ ആടയാഭരണങ്ങൾ, വിശേഷപ്പെട്ട തങ്ക് ഗോളക അടക്കമുള്ള ആടയാഭരണങ്ങളോടുകൂടിയാണ് ദേവി ദർശനം തരിക. ആ ദർശന പുണ്യം അനുഭവിക്കുന്നവർക്ക് മാത്രമാണ്. അതൊരു അവാച്യമായ അനുഭൂതിയാണ്. അത് അനുഭവിച്ചവർ വീണ്ടും വീണ്ടും ഓരോ മകം വരുമ്പോൾ ഇങ്ങോട്ട് തൊഴാൻ വ്രതം നോറ്റ് എത്തുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നൽകാനുള്ളത്. ലേബിയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ ഒരു മകം തൊഴുത പോലെയായി. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ ചോറ്റാനിക്കര മകം തൊഴൽ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത് ലേവി തന്നെ പോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചോറ്റാനിക്കര വന്നാൽ നന്നായിട്ട് മകമൊക്കെ തൊഴുതു വരാം. നമുക്കൊപ്പം കീർത്തന കൂടിയുണ്ട്. കീർത്തന ഇപ്പോൾ ഉള്ളത് ക്ഷേത്രത്തിനുള്ളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കീർത്തന, നേരത്തെ പോയി മകം തൊഴുതിട്ടുണ്ടോ?
ഡോക്ടർ അരുൺകുമാർ ഇല്ല, എൻ്റെ ആദ്യത്തെ മകൻ തൊഴലാണ്. അത് റിപ്പോർട്ട് ടി വിയിൽ വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ചോറ്റാനിക്കരയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിൽ കൂടി മകം തൊഴാൻ ചോറ്റാനിക്കരയിൽ എത്തുന്നത് ഇതാദ്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭക്തർ കാത്തു നിൽക്കുന്ന ഇടത്താണ്. ക്ഷേത്രത്തിന് പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഒരു നടപ്പന്തൽ മാത്രമാണ്. വലിയ തിരക്കാണ് ഈ നടപ്പന്തലിൽ മാത്രം നമുക്ക് കാണാനാവും. ഇതിന്റെ അകത്തും പുറത്തുമായി മറ്റ് വരികളിലായി ആളുകൾ നിൽക്കുന്നത്. വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഇന്നലെയും ഇന്നുമായി എത്തിയവർ, മറ്റ് ജില്ലകളിൽ നിന്നുമായി സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തിയവർ ദേവിയെ കണ്ട് മടങ്ങാൻ, അവരുടെ പ്രാർത്ഥനകൾ ദേവിക്ക് മുന്നിൽ വെച്ച് മടങ്ങാൻ വേണ്ടി എത്തിയവരാണ്. നമുക്ക് ഇവരുടെ തന്നെ ചോദിക്കാം എന്താണ് ഇവരിവിടെ, എവിടെ നിന്നാണ് ഇവർ വരുന്നത് എന്നൊക്കെ. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ നെടുമ്പാശ്ശേരി കപ്രശ്ശേരിയിൽ നിന്ന്. എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ കൊല്ലവും വരാറുണ്ട്. എന്താണ് ഇവിടെ വന്ന് തൊഴുതു പോകുമ്പോൾ കിട്ടുന്നൊരു, നമുക്കൊരു മനസ്സിനൊരു ഇതാണ്, ആശ്വാസത്തോട് സന്തോഷവും. ആ സമയമാകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ചേച്ചി എവിടുന്നാ വരുന്നേ? ഒരു ഇതാണ്, ഞങ്ങൾ 6 ആള്, ഞങ്ങൾ 6 പേര് ഒരുമിച്ചാണ് വരുന്നത്. ഒരുമിച്ച് ടീമായി തൊഴാൻ വന്നതാണ്. ടീമായിട്ട് വരുന്നതാണ്. 2:30 ആവും ഇനിയിപ്പോ തൊഴാൻ. അപ്പോ നിങ്ങൾ എപ്പോ എത്തി? ഞങ്ങൾ വീട്ടിൽ നിന്ന് 5:30 ഇറങ്ങി, ഇവിടെ എത്തിയപ്പോ 7 മണിയായി. വന്ന അപ്പൊ തന്നെ ക്യൂവിൽ നിൽക്കുവാണല്ലേ? ഒന്ന് ചായ കുടിച്ചു കഴിഞ്ഞു, അവിടെ വന്ന് ക്യൂവിൽ നിൽക്കാണ്. അപ്പൊ അരുൺകുമാർ, ഇതിപ്പോ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ തിരുവനന്തപുരത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള ആളുകൾ ചോറ്റാനിക്കര മകം തൊഴാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മകം എഴുന്നള്ളിപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പാണ്ഡിമേളം അടക്കമുള്ള വാദ്യമേളങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭക്തജന തിരക്ക്. എന്തായാലും അതിനുള്ള സജ്ജീകരണം, സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ, നേരത്തെ സൂചിപ്പിച്ച പോലെ 650ഓളം പോലീസ് ഓഫീസർ, മഫ്തിയിലുള്ള പോലീസ് ഓഫീസർമാരടക്കമുണ്ട്. ക്യാമറകൾ, നിരീക്ഷണ ക്യാമറകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കി ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ മനം നിറഞ്ഞ് മകം തൊഴുത് ഇവിടെ നിന്ന് പോകാനുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ തയ്യാറാണ്. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, ഒരു യുഗം തൊഴുതാലും അല്ലെ ചോറ്റാനിക്കര മകം തൊഴുതില്ലെങ്കിൽ പിന്നെ എന്ത് പുണ്യം എന്നാണ് ചോദിക്കുന്നത്. കീർത്തന പറഞ്ഞതുപോലെ വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കീർത്തന കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഡെസ്കിൽ ഈ പശ്ചിമേഷ്യയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. നമ്മൾ ഈ റിപ്പോർട്ടിങ്ങിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൗതുകം എന്ന് പറയുന്നത്, പശ്ചിമേഷ്യയെക്കുറിച്ചും സ്റ്റെൽത്തർ ബോംബിനെക്കുറിച്ചും അയത്തുള്ള അലി ഖമേനി കൊല ചെയ്യപ്പെട്ടതിനെക്കുറിച്ചും ഡെസ്കിലിരുന്ന് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ കോപ്പി അടിക്കുകയൊക്കെ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം നമ്മൾ മകം തൊഴാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്. ഇത്തരം വൈവിധ്യമാർന്ന ജോലി വേറെ ഏതെങ്കിലും പണിക്ക് കിട്ടുമോ? എന്തായാലും മകമൊക്കെ തൊഴുതിട്ട് വളരെ സമാധാനത്തോടെ വന്നാൽ മതി. ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തെഹ്റാനിലൊക്കെ തുടർച്ചയായിട്ട് ഇപ്പോൾ ബോംബിടുന്നു എന്നുള്ളൊരു വിവരം വരുന്നു. ഖത്തർ അവരുടെ സ്ട്രാറ്റജിയൊക്കെ മാറ്റിയിട്ടുണ്ട്. കീർത്തന വന്നിട്ട് വേണം നമുക്കതൊക്കെ ഒന്ന് റെഡിയാക്കാൻ. അപ്പോൾ കീർത്തന മകം തൊഴുത്ത് സമാധാനമായിട്ട് വരൂ. ഇവിടെ കുറച്ച് സമാധാനമില്ലാത്ത വാർത്തകളുണ്ട്.